കൂട്ടം കെട്ടിയ നായ്ക്ക് തീട്ടം പോലും കിട്ടൂല എന്ന് പണ്ട് എന്റെ ഉമ്മ പറഞ്ഞിട്ടുണ്ട്. ആരാണ് ചോദിച്ചത്? ഓ ആയിക്കോട്ടെ. അയ്യോ അത് വേണ്ട, എനിക്ക് ചിലപ്പോ നോവും. എടാ ഡ്യൂപ്ലിക്കേറ്റ് ഇന്ത്യൻ കഴിവറടാ മോനെ. ഈശ്വര, ഞാൻ ഇനി എവിടെ പോയി വിളിക്കും? ഇവിടെ പറ്റുമോ? ഇവിടെ പറ്റില്ല. നീ ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. എന്റെ പൊന്നു സാറിന്റെ പെണ്ണെന്നെ ചതിച്ച് കാശുകാരൻ ചിരിച്ചപ്പോ അവക്കങ്ങ് സുഖിച്ച് എന്നെ തട്ടിക്കളഞ്ഞിട്ട് പുളിങ്കൊമ്പി പിടിച്ച് ഒറ്റപ്പെട്ട വിഷമത്തി ബാറിപ്പോയി കുടിച്ച് ഒന്നാം പെഗ് അടിച്ചപ്പോ കരളൊന്ന് ഞെരിച്ച് രണ്ടാമത്തെ പെഗിനായി മനമങ്ങ് കുതിച്ച് മൂന്നാമത്തെ പെഗൊഴിച്ച് നമ്പർ ഞാൻ കറക്കിയിട്ട് ബീഫ് കൂട്ടി അടിച്ചിട്ട് തള്ളക്കാൻ വിളിച്ചു. നിന്റെ അച്ഛനെ കെട്ടോളൂ പന്നി. ചതിച്ചട എന്റെ 10 കൊല്ലം പോയടാ പൊന്നെ. ചതിച്ചട എന്നെ കുടുക്കെ പൊട്ടിക്കൊണ്ടെന്നെ തേച്ചടാ പൊന്നെ. ചതിച്ചട എന്റെ 10 കൊല്ലം പോയടാ പൊന്നെ. ചതിച്ചട എന്നെ കുടുക്കെ പൊട്ടിക്കൊണ്ടെന്നെ തേച്ചടാ പൊന്നെ. ജാങ്കോ, നീ അറിഞ്ഞ ഞാൻ പെട്ടു. ഇവൻ രക്ഷിക്കൂ. നീ വായി തോന്നു വിളിച്ച് പറയരുത് കേട്ടാ. ഹായ് ബ്യൂട്ടിഫുൾ പീപ്പിൾ. ആരാ വെള്ളടിച്ച് പഠിപ്പിക്കുന്നത്? ഞാനും വിട്ടുകൊടുത്തില്ല. സർവശക്തിയും സംഭരിച്ച് ഞാൻ ഓടി. ഞാൻ അത്രക്കാരൻ നെഹിഹേ. ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ഈ ശോഭരായന്റെ തകർ എന്താണെന്ന് അവൻ മനസ്സിലാക്കും. എന്റെ ഒരു ചെറുപേരിൽ പോലും ഇല്ല താശും. ഫിലിപ്പിന്റെ പറി. നിങ്ങൾക്കൊന്നും എന്നെ കുറിച്ച് ഒരു ചുക്കും അറിയില്ലടാ. ബോംബെ തെരുവിൽ ചീറിപ്പാഞ്ഞു നടക്കുന്ന വെടികുണ്ടകൾക്കിടയിൽ ടാക്സി ഓടിക്കുന്നവനാണ് ഞാൻ. പുലയാടി മോനെ, ഞാൻ വെറും ആണെന്ന് കരുതിയാണോ നീ? 2 പിള്ളേരുടെ തന്തയായ നീ ഇവിടെ പെണ്ണാണല്ലേ? കോനത്തും മനുഷ്യനെ ഉറങ്ങാനും സമ്മതിക്കില്ലേ? എന്നാ പിന്നെ അച്ഛനും കുച്ചാലും ബോംബെറിഞ്ഞ് 4 അങ്ങോട്ട് കൊന്നാലാ? നീ മരിച്ചില്ലേ? ഇല്ലെന്നേ. എന്തിന്റെ കുഞ്ഞാണോ ഇത്? ഇന്നിനെ എന്നെ പ്രതീക്ഷിക്കണ്ട. ഞാൻ താഴെ പാറക്കുളത്തിലോ ചാനാപ്പുഴയിലോ കാണും. വീണ്ടും നിങ്ങളോ? ഇവൻ നമ്മക്ക് പണിയുണ്ടാക്കുമെന്നാണ് തോന്നണേ. റെഡി ബോസ്, പ്ലീസ് കം. നിന്റെ കടച്ചക്കയും കൊണ്ട് ഞാൻ പോവൂ. മണിനെ ഉണർന്ന് കൊള്ളയത് മണിനെ കാതലല്ല. എനിക്കിനി ഒരു മകൻ കൂടിയുണ്ട്. അതേതാടാ ആ അവതാരം? അവതാരപ്പിറവികളുടെ മുഴുവൻ രൗദ്രഭാവം ആവാഹിച്ച ഈ മൂർത്തിക്ക് ഇപ്പൊ പേര് നരസിംഹ എന്നാണ്. എവിടെ കാണുന്നില്ലല്ലോ? എവിടെ എവിടെ? പോട്ടെ ശരി. അതാ നോക്കൂ, മുറ്റത്തൊരു മൈന. നീ നമ്മുടെ തറവാടിന്റെ പാരമ്പര്യം കാത്തു. എടാ, നീ ഇതിന്റെ ഉള്ളിലല്ല ഏത് ബഹറിന്റെ ഉള്ളിലാണെങ്കിലും അംസക്കോയ കണ്ടുപിടിക്കും. ആഹാ, ഒളിച്ചിക്കല്ലേ? ഇറങ്ങി വാടാ തൊരപ്പാ. നമുക്ക് കോംപ്രമൈസ് ചെയ്യാം. അടിയിൽ കോംപ്രമൈസ് ഇല്ല ചേട്ടാ. I'm fast as fuck, boy.
നീ ബൈബിളിൽ ഉപദ്യാവിന്റെ പുസ്തകം വായിച്ചിട്ടുണ്ടോ? എഴുത്തും വായന അറിയാൻ പാടില്ലാത്തവരെ കളിയാക്കുന്നോടാ. അതെ, കളിയാക്കിയതല്ല, ഞങ്ങൾക്ക് വായിക്കാൻ അറിഞ്ഞൂടാ. സത്യമായിട്ട് എനിക്ക് അറിഞ്ഞൂടാ. നേരെ നിൽക്കാറാവുമ്പോ പറയണം, നമുക്കൊന്നുകൂടെ മുട്ടണ്ടേ? വേലായുധനെ നേരെ നിന്ന് അടിക്കാനുള്ള ചങ്കുറപ്പ് നിനക്കായിട്ടുണ്ടേ. ഇത് നീ ചോദിച്ചു വാങ്ങിച്ചു, ഇനി ചോദിക്കരുത്. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വിൽക്കാൻ പോകും. നീ പറഞ്ഞ് മനസ്സിലാക്ക്, ഞാൻ വക്കീലുമായിട്ട് വരാം. വേണ്ട, അതിപ്പോ ലാഭായല്ലോ. അതാ വണ്ടി പോവാണല്ലോ. അതാ നിക്ക് എവിടേക്കാ പോണത്? വണ്ടി എന്താ ഭാരതത്തിന്റെ ആൾക്കാരാണ്. എങ്ങനെ പോയി നിർത്തുക? അത് ആരോടാണ് പറയുന്നത്? അത് നിർത്തണമെങ്കിൽ ചങ്ങല വലിക്കണം. എവിടെ ചങ്ങല? എവിടെയാണ്? മസനഗുഡി വഴി ഊട്ടിയിലേക്കൊരു യാത്ര, അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. A few moments later. Patience. Don't do anything stupid. ആരാ എന്റെ അളിയന്റെ ദേഹത്ത് കൈവച്ചത്? It was at this moment that he knew he fucked up. എന്നോട് കളിച്ച് അങ്ങനെ ഇരിക്കൂടാ, അങ്ങനെ വേണം. വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. അതെ, ഞാൻ പോകുന്നു. പോയിട്ട് വലിയ കാര്യം ഉണ്ടായിട്ടല്ല, പക്ഷെ നിൽക്കാൻ നേരമില്ല.